ഹായ് ഓൾ, ഏവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ജൊനാഥൻ സ്വിഫ്റ്റ് എഴുതിയിട്ടുള്ള ദ ബാറ്റിൽ ഓഫ് ദി ബുക്സ് എന്ന് പറയുന്ന കൃതിയുടെ കണ്ടന്റിനെ കുറിച്ചാണ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സാറ്റയറിസ്റ്റ് ആണ് ജൊനാഥൻ സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു 18th സെഞ്ച്വറി റൈറ്ററാണ്. അറിയപ്പെട്ട കൃതിയാണ് ദ ബാറ്റിൽ ഓഫ് ദി ബുക്സ് എന്ന് പറയുന്ന കൃതി. അദ്ദേഹം ഒരു സാറ്റയറിസ്റ്റ് ആണ്. സറ്റയറിസ്റ്റ് മീൻസ് മലയാളത്തിൽ ആക്ഷേപഹാസ്യം എന്നൊക്കെ പറയും. സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തമാശ രൂപത്തിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നതിനാണ് ഈ ഒരു സറ്റയറിസ്റ്റ് എന്ന് പറയുന്നത്. വൺ ഓഫ് ദി ബെസ്റ്റ് സറ്റയറിസ്റ്റ് ആണ് ഇദ്ദേഹം. ഈ ഒരു കൃതിയിൽ അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഈവിൾസിനെ കുറിച്ചും അധാർമികതയെക്കുറിച്ചുമൊക്കെയാണ് സറ്റയർ ചെയ്തിരിക്കുന്നത്. മതപരവും അതുപോലെ തന്നെ രാഷ്ട്രീയപരവും അതുപോലെ തന്നെ സാഹിത്യപരവുമായ വിവാദങ്ങളും തർക്കങ്ങളുമൊക്കെയാണ് ഈ ഒരു കൃതിയിൽ ഡീൽ ചെയ്തിരിക്കുന്നത്. ദ ബാറ്റിൽ ഓഫ് ദി ബുക്സ് എന്ന് പറയുന്ന കൃതി ആൻഷ്യൻ്റ് റൈറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചില തർക്കങ്ങളും വിവാദങ്ങളുമാണ് ഡീൽ ചെയ്തിട്ടുള്ളത്. ഈ കോൺട്രവേഴ്സിയിൽ സ്വിഫ്റ്റ് സർ വില്യം ടെംപ്ലൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. ടെംപ്ലൻ ആൻഷ്യൻ്റ് റൈറ്റേഴ്സിൻ്റെ മെറിറ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ബെൻലിയും വൂട്ടനും ടെംപ്ലൻ്റെ കാഴ്ചപ്പാടുകളെ ചലഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ബാറ്റിലിൽ ഓഥർ ഫേവർ ചെയ്യുന്നത് ആൻഷ്യൻ്റ് റൈറ്റേഴ്സിനെയാണ്. ഈ ഒരു കോൺട്രവേഴ്സിയാണ് ദ ബാറ്റിൽ ഓഫ് ദി ബുക്സിൻ്റെ തീം എന്ന് പറയുന്നത്. സ്വിഫ്റ്റ് ഈ ഒരു കോൺട്രവേഴ്സിക്ക് ഒരു സാറ്റയറിൻ്റെ ആവിഷ്കാരമാണ് നൽകിയിട്ടുള്ളത്. ഈ കൃതിയിൽ 5 ഇൻസിഡൻസ് ഉണ്ട്. ഇതിലെ ആദ്യത്തെ ഇൻസിഡൻറ്റ് ഒരു സറ്റയറിലെ മെയിൻ ബോഡിയാണ്. അപ്പോൾ 5 ഇൻസിഡൻ്റ് ആണ് ഉള്ളത്. അതിലെ ഫസ്റ്റ് ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് ഈ ബാറ്റിൽ ഓഫ് ബുക്സ് എന്ന് പറയുന്ന സറ്റയറിക്കൽ ബുക്കിൻ്റെ മെയിൻ ബോഡി ആണ്. ഈ ഒരു ഇൻസിഡൻറ്റിൽ പറയുന്നത് ഒരു ഹയസ്റ്റ് പീക്കിൽ കഴിയാൻ വേണ്ടിയിട്ട് ആൻഷ്യൻ്റ് റൈറ്റേഴ്സും അതുപോലെ തന്നെ മോഡേൺ റൈറ്റേഴ്സും തമ്മിൽ നടത്തുന്ന ഒരു വാഗ്വാദമാണ്. വാക്കുവാദം എന്നൊക്കെ പറയാറില്ല, അതുപോലെ ഒരു വാഗ്വാദമാണ്. ഒരു അലിഗോറിക്കൽ മാനറിലാണ് ഇത് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഇൻസിഡൻറ്റിൻ്റെ സെക്കൻഡ് പാർട്ട് ഒരു സീരീസ് മോഡിലാണ് കൊണ്ടുപോയേക്കുന്നത്. സെയിം ടൈംസ് ലൈബ്രറിയുടെ കോർണറിൽ ബുക്സ് തമ്മിൽ ഒരു ബാറ്റിൽ നടക്കുന്നതായിട്ട് ഇവിടെ പറയുന്നുണ്ട്. മോക്ക് ഹീറോയിക് മാനറിലാണ് ഈ ഇൻസിഡൻറ്റ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് സ്പൈഡറും അതുപോലെ തന്നെ ബീയും തമ്മിലുള്ള ഒരു എപ്പിസോഡാണ്. സ്പൈഡർ മോഡേൺ റൈറ്റേഴ്സിനെ സിംബലൈസ് ചെയ്യുമ്പോൾ ബി റെപ്രസെൻ്റ് ചെയ്യുന്നത് ആൻഷ്യൻ്റ് റൈറ്റേഴ്സിനെയാണ്. ഈ ഒരു കഥ വെച്ചിട്ട് സ്വിഫ്റ്റ് പറയുന്നത് മോഡേൺ റൈറ്റേഴ്സ് ഒരു സ്പൈഡറിനെ പോലെ അഴുക്കുകളൊക്കെ കൊണ്ടുവരുന്നു എന്നാണ്. എന്നാൽ ബി ആൻഷ്യൻ്റ് റൈറ്റേഴ്സിനെ പോലെ തേനും മധുരവും ഒക്കെ പകർന്ന് നൽകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ ആൻഷ്യൻ്റ് റൈറ്റേഴ്സിനെ സുപ്പീരിയർ ആയിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. പിന്നീട് ഓഥർ ഒരു ബാറ്റിൽ ഫീൽഡിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. ആൻഷ്യൻ്റ് റൈറ്റേഴ്സും അതുപോലെ തന്നെ മോഡേൺ റൈറ്റേഴ്സും മുഖാമുഖം ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ യുദ്ധം തുടങ്ങി എല്ലാത്തരം ആയുധങ്ങളും അവർ ഉപയോഗിക്കുന്നുണ്ട്. ഒരു സൈഡിൽ ആരെല്ലാം, ഒന്ന് പോളർ, ഒന്ന് ഹോമർ, ഒന്ന് പിൻഡർ, അതുപോലെ തന്നെ യൂക്ലിഡ്, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, അവരൊക്കെയാണ് ഒരു സൈഡിൽ. എന്നാൽ ബാക്കൺ, ഡ്രൈഡൻ, പിന്നെ മറ്റ് കുറച്ച് മോഡേൺ റൈറ്റേഴ്സാണ് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നത്. അവസാനം ഈ ഒരു ബാറ്റിൽ ഓഫ് ദി ബുക്സ് പറഞ്ഞു നിർത്തുന്ന സമയത്ത് ജൊനാഥൻ സ്വിഫ്റ്റ് പറഞ്ഞത് ആൻഷ്യൻ്റ് റൈറ്റേഴ്സ് ആ ഒരു ബാറ്റിൽ ജയിക്കുന്നതായിട്ടാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ആൻഷ്യൻ്റ് റൈറ്റേഴ്സ് ആണോ നല്ലത് അതല്ലെങ്കിൽ മോഡേൺ റൈറ്റേഴ്സ് ആണോ നല്ലത്? ഇത് 18th സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്ന ഒരു കോൺട്രവേഴ്സി ആണ്. അപ്പോൾ അവരുടെ ഒരു മെറിറ്റ്സിനെ കുറിച്ചുള്ള ഒരു കമ്പാരിസൺ അദ്ദേഹം സെറ്ററൈസ് ചെയ്തിരിക്കുന്ന ഒരു കൃതിയാണ് ഇത്. ഇതാണ് ഇതിൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ദ ബാറ്റിൽ ഓഫ് ദി ബുക്സ് എന്ന് പറയുന്ന ജൊനാഥൻ സ്വിഫ്റ്റിൻ്റെ ഈ ഒരു കൃതി ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.